മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിച്ചു. 5 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. മറ്റുള്ളവരുടെ ഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. തൃശൂർ പൂരത്തിനായുള്ള ഒരുക്കത്തിനിടെയാണ് വൈകിട്ട് 3:30 വെടിക്കെട്ട് സാമഗ്രികൾക്ക് തീപിടിച്ചത്. തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി സൂക്ഷിച്ചിരുന്ന വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിത്തെറിച്ചത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തെ തുടർന്ന് വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിച്ചു. 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മറ്റുള്ളവരുടെ ശരീരഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. തൃശൂർ പൂരത്തിനായുള്ള ഒരുക്കത്തിനിടെയാണ് വെടിക്കെട്ട് സാമഗ്രികൾക്ക് തീപിടിച്ചത്. തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി സൂക്ഷിച്ചിരുന്ന വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ 40ഓളം തൊഴിലാളികൾക്ക് പരിക്കേറ്റു. മണിക്കൂറുകളോളം സ്ഫോടനം ഉണ്ടായതായാണ് നാട്ടുകാർ പറയുന്നത്. കുഴിമിന്നൽ ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചത്. മൃതദേഹ അവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. സ്ഫോടനത്തിന്റെ ശക്തിയിൽ നിരവധി വീടുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റ തൊഴിലാളികളെ പോലീസും നാട്ടുകാരും അഗ്നിരക്ഷാസേനാ അംഗങ്ങളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിൽ എത്തിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടയിലും വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിത്തെറിച്ചത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. സമീപ മേഖലകളിലും സ്ഫോടനത്തിന്റെ പ്രകമ്പനം ആളുകളെ പരിഭ്രാന്തിയിലാഴ്ത്തി. ജനപ്രതിനിധികളും കമ്മീഷണറും തഹസിൽദാറും ഉൾപ്പെടെയുള്ള ആളുകളും സംഭവസ്ഥലത്തെത്തിയിരുന്നു. അഗ്നിരക്ഷാസേനാംഗങ്ങൾ തീ അണയ്ക്കുവാനുള്ള പരിശ്രമത്തിലാണ്. കടുത്ത ചൂടാണ് അപകട കാരണമെന്നാണ് രക്ഷപ്പെട്ട തൊഴിലാളി പറയുന്നു. തീവളം വന്ന് ഇത് എങ്ങനെ അടിച്ചു എന്നുള്ളത് ചോദിച്ചാൽ ഒരൊറ്റ സെക്കൻഡ് തൊട്ട് 2-3 സെക്കൻഡ് അപ്പോഴേക്കും നറവ് ഷെഡ് പൊട്ടി. ഞാൻ ഓടി അപ്പുറം ഞാൻ ഓടിയത് സ്റ്റോക്കിൻ്റെ അടുത്തൂടെ ഞാനില്ല. എന്തോ പൊട്ടിട്ട് ഇപ്പോൾ ഓടിയിട്ട് വേലിക്കണ്ട് ഇട്ട് ചാടിയിട്ട് പാടത്തേക്ക് എത്തി. അപ്പോഴേക്കും സ്റ്റോക്ക് പൊട്ടി. അങ്ങനെ ഞാൻ അവിടെ വീണിട്ട് പിന്നെ നിന്നില്ല. വീണ്ടും ഞാൻ പുറത്തേക്കൂടെ ഓടി വന്നു. കാരണം അങ്ങേ സൈഡിൽ നിന്ന് പെണ്ണുങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ പേടിക്കാണ്ട് പോയില്ല. ഓടി ഇവിടെ തിരിഞ്ഞു വന്ന് വരുമ്പോൾ ഇവർക്ക് എനിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ഓടിക്കോ എന്ന് പറഞ്ഞു. ഓടി ഇവരെ ഒരു 50 മീറ്റർ വരെ ഒരാളെ എടുക്കിട്ടും ഇതൊക്കെ അവിടെ അവരിക്കണ ആ ഷെഡും ആ സമയം കൊണ്ട് പോയി. അതാണ് ഷെഡ് കിട്ടും. അങ്ങനെ കിട്ടി. മൊത്തം എത്ര ഷെഡുകളാണ് അവിടെ ഉണ്ടായിരുന്നത്? ഷെഡ് ഇപ്പോൾ 1, 2, 3 ഷെഡായിട്ടുണ്ട്. പിന്നെ താൽക്കാലിക നിറവിനായിട്ട് പിന്നെ പക്ഷെ എത്ര പേര് വെച്ചാൽ ഏറെക്കുറെ 8 പേരോളാണ് നിറവിൻ്റെ അവിടെ ഉള്ളത്. അതൊന്നും തിരിച്ചു വരുന്നുണ്ടാവില്ല. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ JJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ.